സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോയാൽ തിരിച്ചടിക്കും. പാക് മന്ത്രി. ഇന്ത്യ പാക് നയതന്ത്ര പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ വീണ്ടും പ്രകോപനവുമായി പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള നീക്കവുമായി ഇന്ത്യ മുന്നോട്ടു പോയാൽ തിരിച്ചടിക്കുമെന്നും വെള്ളം തടയാനായി നിർമ്മിക്കുന്ന ഡാം അടക്കമുള്ള എന്ത് സംവിധാനവും പാകിസ്ഥാൻ സേന തകർക്കുമെന്നുമാണ് ഖോജ ആസിഫിന്റെ പ്രതികരണം. കരാർ മരവിപ്പിച്ചാൽ പാകിസ്ഥാന്റെ കാർഷിക ആവശ്യങ്ങൾക്കും ഗാർഹിക ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ 80% നഷ്ടമാകും. ഇന്ത്യ പാക് ഭിന്നത മുറുകുന്നതിനിടയിലാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ ഏറ്റവും പുതിയ ഭീഷണി. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഏത് നിമിഷവും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്ന പാകിസ്ഥാൻ പിന്നോട്ടില്ലെന്നാണ് ഖോജ ആസിഫിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. പഹൽഗാം ഭീകരാക്രമണത്തിന് മണിക്കൂറുകൾക്ക് ശേഷം പാകിസ്ഥാനിലെ 80% കൃഷിഭൂമിക്കും വെള്ളം ഉറപ്പാക്കുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഒരു അഭിമുഖത്തിലാണ് പ്രകോപനപരമായ പ്രസ്താവനകൾ ആവർത്തിക്കുന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പാകിസ്ഥാന്റെ ജലപാതകൾ വഴിതിരിച്ചു വിടുന്നത് ആക്രമണത്തിന്റെ സൂചനയായി കണക്കാക്കുമെന്ന് പറഞ്ഞത്. സിന്ധു നദീതടത്തിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ഇന്ത്യ തീരുമാനിച്ചാൽ പാകിസ്ഥാന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന ചോദ്യത്തിന് മന്ത്രി കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ മറുപടി നൽകി. അത് പാകിസ്ഥാനെതിരായ ആക്രമണമായിരിക്കും. ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനത്തിനുള്ള ശ്രമം നടത്തിയാലും പാകിസ്ഥാൻ അത് തകർക്കും. ഇങ്ങനെയായിരുന്നു ഖോജ ആസിഫിന്റെ മറുപടി. അതേസമയം ആസിഫിന്റെ ഭീഷണിക്ക് ഇന്ത്യ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നാണ് BJP ദേശീയ വക്താവ് ഷാനവാസ് ഹുസൈൻ പറയുന്നത്. ഇത്തരം പൊള്ളയായ ഭീഷണികൾ ആവർത്തിക്കുന്നതിലൂടെ പാകിസ്ഥാനികൾക്കിടയിലെ ഭയം മാത്രമാണ് എടുത്തു കാണിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. നേരത്തെയും പാക് പ്രതിരോധ മന്ത്രി ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയിരുന്നു. അതിനിടെ സിന്ധു നദിയിലെ ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന് ഇന്ത്യ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രകോപനം ആവർത്തിച്ചുകൊണ്ടുള്ള ഖോജ ആസിഫിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം.